ചക്കു എന്താ ചെയ്യണേ? ഫോണിലാണോ? ഒരു ചെറിയ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. വീഡിയോ ഇങ്ങോട്ട് വെക്ക്. ശരി. അപ്പോൾ എന്താ കേസ് എന്ന് പറഞ്ഞാലേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കറണ്ട് ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ഫോൺ മാറ്റി, കാരണം ഇത് കേക്ക് ഇപ്പം നമ്മൾ കണ്ടിരുന്നുള്ള വീഡിയോസില്ലേ കുറേ ന്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസാണ് ഇപ്പോൾ കറൻ്റ്ലി അങ്ങ് ഹൈ ലെവലിൽ നിൽക്കുന്നത്. തന്നെ കേസ്. അപ്പം എന്താണ് ഇപ്പം എനിക്കൊരു അഭിപ്രായമുണ്ട്. അവിടെ നിൽക്കട്ടെ, ഞങ്ങളൊരാണുങ്ങളാണ്, പല അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു പെണ്ണായിട്ട് എന്താണ് ചക്കുവിൻ്റെ ഒരു അഭിപ്രായം? ജസ്റ്റ് എന്താണ് നോക്കട്ടെ. നിങ്ങളുടെ ഒക്കെ എത്രത്തോണ്ട് വ്യൂ വരുന്നുണ്ടെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അങ്ങനെ എനിക്ക് വളരെ വിശാലമായ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഞാനൊരു ഒരു ലേഡി എന്ന നിലയിൽ എനിക്ക് തോന്നിയൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ഈ പറയുന്ന ആളുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ കാണാൻ കൺസീവ് ആയി എന്ന് പറയപ്പെടുന്ന വ്യക്തി, ആള്, ഈ ന്യൂസ് കണ്ടപ്പം ആ റെക്കോർഡിംഗ് എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരെന്തുകൊണ്ടാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒന്ന്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയ ചോദ്യം, ഇവരെന്തുകൊണ്ട് ഇയാളോട് അവർ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കണം എന്ന് പറയാത്തതെന്നാ. കാരണം ആ ന്യൂസിൻ്റെ അകത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആ കുട്ടീനെ ഇങ്ങനെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ വളരും, അച്ഛനില്ലാത്ത ഒരാളായിട്ട് എങ്ങനെ വളരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടീനെ എന്നെ ഏറ്റെടുത്തൂടെ എന്ന് ചോദിക്കാം. അതിന് ഇയാള് പറ്റുന്നില്ല എന്നുള്ളെങ്കിൽ ഈ പ്രൂഫ് ഇവർക്ക് പോലീസിൽ കൊടുക്കാം, കോടതിയിൽ കൊടുക്കാം, ലീഗലായിട്ട് മൂവ് ചെയ്യാം. അതായത് ലീഗൽ സപ്പോർട്ട് ഇല്ലാത്ത രാജ്യമൊന്നും അല്ലല്ലോ നമ്മളത്. ഇവരെന്തിനും മീഡിയയിൽ കൊടുത്ത ആളെ ഡിഫെയിം ചെയ്യാൻ നോക്കുന്ന, അതായത് ലൈക്ക് ഇവർക്ക് പോലീസ് കേസ് കൊടുത്താൽ എന്തായാലും ഇത് ന്യൂസ് ആകും. അവരുടെ ഈ പ്രൂഫ് ഉണ്ടെങ്കിൽ പോലീസ് കേസ് കൊടുക്കാം, അപ്പോഴും ഇത് ന്യൂസ് ആകും. ഇവരെന്ത് കേസിനൊന്നും പോവാണ്ട് ഇവരിങ്ങനെ മറിഞ്ഞിരുന്നിട്ട് ഓഡിയോ കോൾ എല്ലാം പുറത്ത് വിട്ടിട്ട് ഇയാളെ നാണം കെടുത്താനായിട്ട് നോക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടാവും അയാള്. അടുത്ത ക്വസ്റ്റ്യൻ, അതൊരു MLA പൊസിഷനിൽ എത്തിയതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ? അത് മറ്റേ ഈ പയ്യനില്ലേ വേടൻ, ആ ചെറുക്കന്റെ പേരിൽ ഈയിടെ കേസ് വന്നു. അയാൾ എക്സ് എന്തോ വന്നിട്ട് പറഞ്ഞു എന്തോ കല്യാണം കഴിക്കാന്നും പറഞ്ഞിട്ട് ഇയാൾ എന്തോ കണ്ടിട്ട് റേപ്പ് ചെയ്തു അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, കറക്റ്റ് എനിക്ക് ആ ന്യൂസ് അറിയത്തില്ല. അതും ഇതുപോലെ തന്നെ അന്ന് ഇവര് ബ്രേക്കപ്പ് ആയ സാധനം കുറെ നാള് കഴിഞ്ഞ് ഇയാളുടെ കരിയറിന്റെ പീക്കിലെത്തി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഫമേഷൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവര് നല്ലൊരു എമൗണ്ട് കൊടുത്ത് കോമ്പൻസേഷൻ തയ്യാറാകും, അല്ലെങ്കിൽ അയാളെ എങ്ങനെ നശിപ്പിക്കുക, ഇതിലെന്തെങ്കിലും ഒന്നായിരിക്കും. ഒന്നെങ്കിൽ അയാള് നശിച്ച് കാണാൻ അത്ര ആഗ്രഹം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റും ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഞാൻ മെസ്സേജ് പറഞ്ഞാട്ടോ മതി. അപ്പൊ രണ്ടാമത്തെ എനിക്ക് പോയിന്റ് വെച്ചിട്ട് ഇതിനിപ്പോ എന്റെ മൂന്നാമത്തെ ഡൗട്ട്, ഇത് പാർട്ടിപരമായിട്ട് നമ്മൾ ഇതിൽ കണ്ടന്റിൽ കൊണ്ടുവരണ്ട. 3 പാർട്ടി നമുക്കറിയാലോ, സാധാരണ പാർട്ടികൾ. ഈ 3 പാർട്ടികൾ ഒരുപോലെ പരിശ്രമിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, ആ ഒരു പാർട്ടി അവരവരുടെ പാർട്ടി തന്നെ അവർക്കിട്ട് പണിയാനുള്ള രീതിക്ക്. ഞാൻ പറയട്ടെ, അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഒരു 10-30 പേരുണ്ട്. ഇതില് എല്ലാ ടാലന്റും ഉണ്ട്, എല്ലാത്തിലും ടോപ്പായി നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുശുമുണ്ടാവില്ലേ നോർമലി ക്ലാസ്സിലുള്ളവർക്ക്? അപ്പൊ അവരെന്താ ചെയ്യുക? ബാക്കിയുള്ള ചിലര് അടിച്ച് എന്തെങ്കിലും വന്ന് നന്നായി അവനെ ഇറങ്ങിപ്പോയി. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും എനിക്ക് അവർ കുശുമ്പ് തോന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരുണ്ടാവും, മനുഷ്യന്മാരല്ലേ. അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. പാർട്ടിപരമായിട്ട് എനിക്ക് അറിയത്തില്ല, അങ്ങനത്തെ കേസസ് ഇതുവരെ ട്രാക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഹൈലൈറ്റ് ആയ ഒരു ന്യൂസ് ആയതുകൊണ്ട് മാത്രം ഞാൻ നോക്കിയതാ. ആ ചങ്ങായിനെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ഒക്കെ മിക്ക കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇയാള് കുട്ടീനെ നശിപ്പിക്കാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിന്റെ ഓഡിയോ റെക്കോർഡ്, ഇനി ഇയാളെ വിളിച്ച സ്ഥലം. പിന്നെ വേറൊരു കാര്യം, ഇവര് തമ്മിൽ ആ ഒരു ബോണ്ട്, ഒരു ദിവസം ഇയാളെ വിളിക്കുമ്പോൾ കൂടെ ഇറങ്ങി പോകാൻ ഒരു പെണ്ണുങ്ങളും തയ്യാറാകില്ലല്ലോ. ഇത്രയും പേഴ്സണലി മാനത്തിനും ഇതിനൊക്കെ ഒരു ഇത് കൽപ്പിക്കുന്ന ഒരാള്, അത് അവർ അത്രയും നാളത്തെ ഒരു റിലേഷൻഷിപ്പ് പോലും ഉണ്ടാവാം. അങ്ങനെയുണ്ട്. പിന്നെ മറ്റേ ആ ഒരു ആളില്ലേ, അതന്നെ, അവര് 1-ാം തീയതി വരെ അവർക്കൊരു കംപ്ലൈന്റും ഇല്ല. 1-ാം തീയതി കഴിഞ്ഞപ്പം അവർക്ക് കംപ്ലൈന്റ് ഉണ്ട്. മാത്രമല്ല ഇയാളെ പേടിയുള്ള ആളുടെ കോണ്ടാക്ട് ഇവർ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യുമോ? ഇവർക്ക് ഇതൊന്നുമില്ല. അവർക്ക് താല്പര്യമില്ലാത്ത മെസ്സേജ് അയച്ചു. താല്പര്യമില്ലാത്ത മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ബ്ലോക്ക് ചെയ്തൂടെ? ബ്ലോക്ക് ചെയ്യാത്ത എന്താ? ഇപ്പൊ പണ്ടൊക്കെ ഞാനിങ്ങനെ എൻ്റെ അമ്മയോട് പറയും, അവിടെ ഇങ്ങനെ പോയപ്പോൾ അവർ നോക്കി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ, നീ എന്തിനാ നോക്കിയത്? നീ നോക്കിയിട്ടല്ലേ അവര് കണ്ടേന്ന്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ അവർ സ്പേസ് കൊടുത്തിട്ടല്ലേ ഈ പറയുന്ന വ്യക്തി അങ്ങനത്തെ വൃത്തിയിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനത്തെ പല
ചോദ്യങ്ങളും ഉണ്ട്, പക്ഷെ ആരും ചിന്തിക്കുന്നില്ല. ഒരു വ്യക്തി ഒരു ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ച് ഒരു കുറ്റം വരുമ്പോൾ എല്ലാവരും കൂടെ അടിച്ചു വെക്കാൻ ശ്രമിക്കും. ഫൈനൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇപ്പം എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഏകദേശം ലെവലാക്കി കഴിഞ്ഞ എല്ലാവരും കൂടിയിട്ട് നശിപ്പിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും, അങ്ങനെ വല്ലൊരു അഡ്വൈസ് എന്താണ് ഇത്? അഡ്വൈസ് ഒന്നുമില്ല, ആളിന് എന്ത് ചെയ്താലും പ്രശ്നമില്ലേ. ഇനി ആ ചങ്ങായി ന്യായീകരിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പറയും, ഒന്നെങ്കിൽ അത് ഫ്രെയിം ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന് അവന്തികയുടെ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്തൊക്കെയാ പറയുന്നത്, ടെലിഗ്രാമിലാണ് മെസ്സേജ് അയച്ചത്. ടെലിഗ്രാമിൽ, അതായത് വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാമിൽ ഇയാൾ വനിഷ് മോഡിൽ മെസ്സേജ് അയച്ചു അത്ര. വാട്സാപ്പിൽ 24 hours ഇത് പോകുന്ന ഒരു ഫീച്ചർ ഇല്ലേ, അങ്ങനെ എന്തോ ഇല്ലേ, ഒരു ചാറ്റ് 24 hours ഡിസപ്പിയർ ആവുന്നത്. അതും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇതിൽ പറയുന്നത് പോലെ വനിഷ് മോഡ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ മെസ്സേജ്, എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ആ മെസ്സേജ് തുറന്നു നോക്കിയില്ല, എന്താ പ്രശ്നം? അയാൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടല്ലേ അയാൾക്ക് പിന്നെയും പിന്നെ അയക്കാൻ തോന്നുന്നേ. ഫൈൻ ക്ലിയർ ആണ്, കണ്ടന്റ് ക്ലിയർ ആണ്. അപ്പോൾ നിന്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗം കൂടി കേട്ടിട്ട് വേണം ഒരു പോയിന്റ് എടുക്കാൻ. തെറ്റ് ചെയ്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, തെറ്റ് ചെയ്യും. കാരണം രണ്ടുപേരെ സമ്മതം, ഒരു പെണ്ണ് സമ്മതിക്കാണ്ടൊന്നും ഒരാൾക്ക് ഇതാക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല, ഉള്ള കാര്യമല്ലേ. 100% ഞാൻ എഗ്രി ചെയ്യുന്നു. അതെ, 100% എഗ്രി ചെയ്യുന്നു. അങ്ങനെ ഒരു ഇത് പറ്റി കഴിഞ്ഞിട്ട് അയാളുടെ ഭാഗം കൂടി കേൾക്കേണ്ടതാണ്. അപ്പോൾ അതേ പറയണം ആ വ്യക്തിക്കും കൊടുക്കണം. എൻ്റെ വൈഫിനും എനിക്കുള്ള കണ്ടന്റ്, ഐ മീൻ ഞങ്ങളുടേതായിട്ടുള്ള ഒരു രീതി, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇത് താങ്ക് യു, അത് മതി. അടുത്ത കേസ്